പത്തനംതിട്ട അടൂരിലെ അപകടത്തിൽ ദുരൂഹത. ടൂർ കഴിഞ്ഞ് മടങ്ങിയ അധ്യാപികയായ അനുജയെ വാഹനം തടഞ്ഞ് ഹാഷിം കൂട്ടിക്കൊണ്ടുപോയി. അമിത വേഗതയിൽ കാർ ലോറിയിൽ ഇടിപ്പിച്ചതായാണ് പോലീസിന് സംശയം. അപകടത്തിൽ ഇരുവരും തൽക്ഷണം മരിച്ചു. വിവരങ്ങളുമായി സുജു ചേരുന്നു. ഇന്നലെ രാത്രി 10:30 കൂടിയാണ് ഞാൻ ഈ നിൽക്കുന്ന ഈ പട്ടാഴിമുക്കിൽ അപകടമുണ്ടാകുന്നത്. രാത്രി തിരുവനന്തപുരത്ത് നിന്ന് വിനോദയാത്ര ചെയ്ത ശേഷം മടങ്ങി വരുന്ന അധ്യാപികയെ അനുജയടങ്ങുന്ന ബസ് തടഞ്ഞു നിർത്തിയാണ് ഹാഷ്മിൻ ഈ അധ്യാപികയെ ബസ്സിൽ നിന്ന് ഇറക്കുകയും പിന്നീട് അവർ കുളക്കടയിൽ വെച്ചാണ് ബസ്സിൽ നിന്ന് ഇറക്കുന്നത്. അതിനുശേഷം ഈ പട്ടാഴിമുക്ക് എത്തുമ്പോഴാണ് അപകടമുണ്ടാകുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഈ അപകട സ്ഥലത്തെ ദൃശ്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഈ സ്ഥലത്ത് ആളുകൾ നമ്മളൊപ്പം ചേരുന്നുണ്ട്. പ്രദേശവാസികൾ ഇന്നലെ എപ്പോഴായിരുന്നു ഈ അപകടമുണ്ടായത്? രാത്രി 10:30 ആയപ്പോൾ 10 മണി 10:15 കഴിഞ്ഞ് 10:30 അപകടം ഉണ്ടാകുന്നത്. മനഃപൂർവ്വം വാഹനം ഇടിച്ച് കയറ്റി മനഃപൂർവ്വം തന്നെ വാഹനം ഇടിച്ചെന്ന് പറഞ്ഞാൽ ഈ കണ്ടെയ്നർ ലോറി മാക്സിമം സൈഡ് ഒതുക്കിയിട്ടും പുള്ളി സ്ട്രൈറ്റ് കൊണ്ടുവന്ന് ഇടിച്ച് കയറ്റി വരും. ആ വണ്ടിയുടെ ബാക്കിയുള്ള ഭാഗങ്ങൾ കണ്ടില്ലേ. എന്നിട്ട് ഈ അനുജെന്ന് പറഞ്ഞ ടീച്ചർ ഫ്രണ്ട് സീറ്റിൽ നിന്ന് ബാക്ക് സീറ്റിലാണ് ഞങ്ങൾ എടുക്കുമ്പോൾ കിടക്കുന്നത്. ബാക്ക് സീറ്റിലാണ് കിടന്നത്. ഞങ്ങളെടുത്ത് ആശുപത്രി കൊണ്ടുപോയി. ഇവിടുന്ന് എടുക്കുമ്പോൾ ചെറിയ അനക്കം ഉണ്ടായിരുന്നു ടീച്ചർക്ക്. മറ്റേ ആൾക്ക് അവിടെ പോയി സീപ്പാർ കൊടുത്തു കഴിഞ്ഞിട്ടാണ് പുള്ളി മരിക്കുന്നത്. ഈ ടീച്ചർ ഇവിടുന്ന് എടുത്ത് ഞങ്ങൾ അങ്ങോട്ട് കിടക്കുമ്പോൾ തന്നെ മരിച്ചു. പിന്നെ അവിടെ കൊണ്ടുപോയി. അന്നേരത്തിന് അവിടുന്ന് ബാക്കിയുള്ള ടീച്ചർമാരെല്ലാം വന്നു. അന്നേരം അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, അവർ തുമ്പോൺ സ്കൂളിലെ ടീച്ചർമാരാണ്. അവർ മാജിക് പ്ലാനറ്റിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴി കുളക്കട ഭാഗത്ത് വെച്ചിട്ട് ഈ കാറ് കൊണ്ടുവന്ന് അവരെ ട്രാവലറിന് ഫ്രണ്ടിൽ നിർത്തുകയും തടഞ്ഞു നിർത്തി ഈ കുട്ടിയെ ബലമായിട്ട് പിടിച്ചിറക്കുകയായിരുന്നു. ടീച്ചർ സമ്മതത്തോടുകൂടിയാണോ എത്തി ഇറങ്ങിയതോ? എങ്ങനെ? ബലമായി പിടിച്ചിറക്കുകയാണെന്നാണ് ബാക്കിയുള്ള കൂടുള്ള ടീച്ചർമാർ പറഞ്ഞത്. അന്നേരം എന്നിട്ട് ഈ ടീച്ചർമാർ ഈ ടീച്ചറിൻ്റെ ഫോണിൽ വിളിച്ചപ്പോൾ ആദ്യം പറഞ്ഞത് ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോവാണെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് പിന്നെ അവർ കിട്ടില്ല. ഉടനെ തന്നെ അവർ വീട്ടിൽ ഈ ടീച്ചറിൻ്റെ അച്ഛനെയും ഭർത്താവിനെയും ഒക്കെ വിളിച്ച് പറയുകയായിരുന്നു ചെയ്ത്. അവരൊക്കെ പിന്നെ ഹോസ്പിറ്റലിൽ വരികയായിരുന്നു. പോലീസിനെ അറിയിച്ചിരുന്നു അല്ലേ? പോലീസിന് ഈ സമയത്ത് ഇങ്ങനെ ഇതുപോലെ സംഭവം നടന്നുവെന്ന് അറിയിച്ചിരുന്നായിരുന്നു. ഇതിനകത്ത് ഈ പിന്നീട് ആദ്യം ഈ വാഹനത്തിൽ നിന്ന് വിളിച്ചിറക്കുമ്പോൾ ഇത് ആരാണ് എത്തിയെന്നുള്ളോ ടീച്ചർ അധ്യാപകരോട് പറഞ്ഞു. അന്നേരം അധ്യാപകർ പറഞ്ഞത് എൻ്റെ കൊച്ചച്ഛൻ്റെ മോനാണെന്നാണ് പറഞ്ഞത്. ഈ കൂടുള്ള ടീച്ചർമാർ പറഞ്ഞത് ഇങ്ങനെയാണ്, എൻ്റെ കൊച്ചച്ഛൻ്റെ മോനാണെന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഇറക്കിക്കൊണ്ട് പോകുന്നതെന്ന് പറഞ്ഞു. ഈ ഹാഷ്മിം ഈ പത്തനംതിട്ട സ്വദേശിയല്ലേ? പിന്നെ അറിയാൻ കഴിഞ്ഞത് പാലമേൽ സ്വദേശിയാണ്, താമരക്കുളം സ്വദേശിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഹാഷ്മിൻ്റെ വാഹനത്തിൽ ഈ മദ്യക്കുപ്പികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. മദ്യക്കുപ്പി ഉണ്ടായിരുന്നു. അത് DSP ആണെന്ന് കണ്ടതുമാണ്. മദ്യപിച്ചായിരുന്നു അല്ലേ? മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ അതിനകത്ത്2 മദ്യക്കുപ്പി ഉണ്ടായിരുന്നു. നമ്മളൊക്കെ തന്നെയാണോ ഈ ആശുപത്രിയിലേക്ക് എത്തിച്ചത്? ഞാനും വാർഡ് മെമ്പറും കൂടെയാണ് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത്. സമയം എത്ര മണിയായിരുന്നു? 10:30 രാത്രി തന്നെ എന്തായാലും നമുക്കൊരു സംശയം ഉണ്ടായിരുന്നത് മനഃപൂർവ്വം ആണെന്നുള്ള സംശയം എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ രീതി അങ്ങനെ ആയിരുന്നു. എതിർദിശയിൽ വന്ന വാഹനത്തിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു. അതായത് ഈ സ്ഥലത്ത് ഈ രക്ഷാപ്രവർത്തന നേതൃത്വം നൽകിയ ആളുകൾ തന്നെയാണ് പറയുന്നത്. അതായത് വാഹനം ഈ സ്വിഫ്റ്റ് കാറ് ഈ കണ്ടെയ്നർ ലോറിലേക്ക് അമിത വേഗത്തിൽ വന്ന് ഇടിച്ചു കയറ്റുകയായിരുന്നു. മാത്രമല്ല ഈ അധ്യാപികയോടൊപ്പം ഉണ്ടായിരുന്ന മറ്റ് അധ്യാപികരോട് ഈ അനുജ ഫോൺ വിളിച്ചപ്പോൾ ഞങ്ങൾ മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു എന്നുമാണ് ഇപ്പോൾ ഈ സംഭവ സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ ദൃക്സാക്ഷി എന്ന് ഇപ്പോൾ പറയുന്ന ഒരു വിവരം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഈ അവർ ആത്മഹത്യ ചെയ്യാൻ പോകും എന്ന് പറഞ്ഞ ഒരു മൊഴി. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ പോലീസിൻ്റെ അന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. ഇന്നലെ രാത്രി ഈ സംഭവം ഉണ്ടാകുമ്പോൾ ഒരു സാധാരണ അപകടം എന്ന നിലയിലാണ് ആദ്യം കണക്കാക്കിയത്. എന്നാൽ അതിൻ്റെ പുറത്തേക്കുള്ള കാര്യങ്ങളാണ് പിന്നീട് വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് ഈ വാഹനം തടഞ്ഞു നിർത്തിക്കൊണ്ട് ഈ അധ്യാപിക ബസ്സിൽ നിന്ന് ഇറക്കിക്കൊണ്ടു പോകുന്നു. ആദ്യം ബന്ധുവാണെന്നാണ് അധ്യാപിക അനുജ പറഞ്ഞത്. എന്നാൽ അനുജ ഇവിടെ ബന്ധുവല്ല, ഈ ബസ് ഡ്രൈവറാണ്. ഈ അനുജയും ബസ് ഡ്രൈവറാണ് ഈ ഹാഷ്മിം. ഇവർ ബസ്സിൽ വെച്ചുണ്ടായ പരിചയമാണെന്നും ഒക്കെയാണ് പറയുന്നത്. എന്നാൽ ഇക്കാര്യത്തിലൊക്കെ തന്നെ കൂടുതൽ അന്വേഷണവും ഒക്കെ തന്നെ ആവശ്യമാണ്. എന്തായാലും ഇപ്പോൾ ഇതൊരു സ്വയം വാഹനം ഇടിച്ചു കയറ്റിയ ഒരു കാര്യം എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ദൃക്സാക്ഷികളുടെയൊക്കെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്നാലും പോലീസ് അന്വേഷണത്തിൽ മാത്രമേ ഇതിൻ്റെ വസ്തുത പുറത്തു വരികയുള്ളൂ.